കൊണ്ട് ഒരു ഈസി സ്നാക്കിന്റെ റെസിപ്പി ആയാലോ. ഇതിനിവിടെ പറയുന്നത് ബനാന കേക്ക് എന്നാട്ടോ. പക്ഷെ ഇത് നമ്മുടെ നാട്ടിലെ സ്വീറ്റ് ബോണ്ട, ഉണ്ടംപൊഴി എന്നൊക്കെ പറയില്ലേ, ആ ഒരു സ്നാക്കിന്റെ അനിയനായിട്ട് വരും കേട്ടോ. ഇത് അങ്ങനത്തെ ഒരു ടേസ്റ്റ് ആണേ. പക്ഷെ ഈസി ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഞാനിവിടെ 1.5 കപ്പ് മൈദയാട്ടോ എടുത്തേക്കുന്നത്. പിന്നെ പല പേരുകളിൽ അറിയപ്പെടുന്ന അപ്പക്കാരം സോഡ, ഉപ്പ്, ബേക്കിംഗ് സോഡ എന്നൊക്കെ പറയുന്ന സംഭവമില്ലേ, അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തൽക്കാലം ഇതിനൊന്ന് ഒതുക്കി വെക്കാം. എന്നിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കാം. ഞാനൊരു 3 പഴമാട്ടോ എടുക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഇദ്ദേഹത്തെ വിളിക്കുന്നത് പാളയംകുടം പഴം എന്നാട്ടോ. ചെറിയ പുള്ളിക്കുള്ളൊരു പഴമില്ലേ, അതാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ വിളിക്കണമെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കും. നിങ്ങൾക്കൊക്കെ എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും ഒരു 2-3 ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് അരച്ചുകൊണ്ട് വരാമേ. ഈ മധുരം നോക്കാൻ വേണ്ടിട്ടേ പഴവും പഞ്ചസാരയും ഏലക്കയും കൂടി മിക്സിലിട്ട് അടിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്ത് ടേസ്റ്റ് ആണെന്ന് അറിയാമോ? ഇനിയിപ്പോ ഇതിലിട്ട് ഇത് ഒഴിക്കണോ വേണ്ടോ എന്ന് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനിലേക്ക് ഇപ്പോ എന്തായാലും ഞാനിപ്പോ മൈദയിലിട്ട് ഇത് ഒഴിച്ചു കൊടുത്തേ. ഇനി ഇതുണ്ടല്ലോ നമ്മുടെ അടയ്ക്കൊക്കെ കുഴക്കൂലേ, നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചു കൊടുക്കണേ. അപ്പൊ ഇതിന്റെ നനവില് ഇത് നല്ലതായിട്ട് കുഴച്ച് കിട്ടിയില്ല എങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുഴച്ച് കൊടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ച് കിട്ടും കേട്ടോ. ഈ വെള്ളമൊക്കെ ഒഴിച്ച് മാവ് നല്ല സോഫ്റ്റ് ആക്കി കുഴച്ചതിന് ശേഷം ഉണ്ടല്ലോ, ലാസ്റ്റ് സ്റ്റേജിൽ ഒരു ഫുൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണേ. നിങ്ങൾക്ക് ഞാൻ 3 സ്പൂൺ ഇടുന്നതായിട്ട് തോന്നും, പക്ഷെ എൻ്റെ ഒരു കയ്യിൽ മാവാണല്ലോ, മറ്റേ കൈ കൊണ്ട് എനിക്ക് ഫുൾ സ്പൂൺ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് പഞ്ചസാരയുടെ തരികളുണ്ടല്ലോ, ഈ സംഭവം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ നല്ല കറുമുറൂന്നിരിക്കും. അത് നല്ല ക്രഞ്ചിനെസ് കൊടുക്കും. അതിനാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഓയിലും നല്ലതായിട്ട് ഓയിലും ചൂടാക്കാൻ വെച്ചിട്ടുണ്ടേ. ആ എണ്ണ അവിടെ നിന്ന് ചൂടാകുമ്പോഴേക്കേ നമുക്ക് ഈ സംഭവം എങ്ങനെ ഉരുട്ടി എണ്ണയിലിട്ട് ഇടണ്ടേന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ചെറിയ ഉണ്ടകളായിരിക്കണോ. ഞാൻ കണ്ട ആദ്യം ഒരു വലിയ ഉണ്ട എടുത്തു, പക്ഷെ അത് വേഗം പാടായിരിക്കും. അതുപോലെ ഇത് ഭയങ്കര വലുതാവും, നമ്മൾ ഇടുന്നതിന്റെ ഡബിൾ സൈസ് ആവും. അപ്പൊ ചെറിയ ഉണ്ടകളാക്കുക. ഏകദേശം ഒരു റൗണ്ട് ആക്കുക. കറക്റ്റ് റൗണ്ട് ഒന്നും വേണ്ട. ഇനി എണ്ണ ചൂടായെന്നൊന്ന് വിരലിട്ട് നോക്കിക്കേ. എന്റെ ദൈവമേ, വിരലൊന്നും ഇടല്ലേട്ടോ. ഇനി നമുക്ക് എണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് ഈ സംഭവം ഉരുണ്ടകളാക്കി ഇട്ട് കൊടുക്കാട്ടോ. ഈ ലോ ഫ്ലെയിമിലാക്കുന്നത് അല്ലെങ്കിൽ ഇത് വേവില്ല ഉള്ളിൽ. അതുകൊണ്ടാണ് ഞാൻ ഇട്ടതുപോലെ ഇങ്ങനെ തിക്കി ഇട്ട് കൊടുക്കണ്ട കേട്ടോ. വേഗം പണി കഴിക്കാൻ വേണ്ടി എളുപ്പപ്പണി നോക്കിയതാണ്. മറിച്ചിടാൻ നോക്കിയപ്പോഴാണ് എന്റെ പണി അത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായത്. പിന്നെ ഇതൊന്നും എനിക്ക് വലിയ പുത്തിരിയല്ല. സമയലാഭവും എണ്ണ ലാഭവും ഒക്കെ നോക്കിയിട്ട് എനിക്ക് 8ന്റെ പണി എപ്പോഴും കിട്ടാറുണ്ട് കേട്ടോ. തിരിച്ചും ചരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് ഇതിന്റെ വെള്ള കളർ മാറി നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് വറുത്തെടുക്കാട്ടോ. എന്നിട്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാമേ. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാട്ടോ. 1, 2, 3, 4 ഏകദേശം ഒരു 15-16. ഞാനേ ആ സമയത്ത് എണ്ണ മറന്നുപോയി. എനിക്ക് തോന്നുന്നു 15 അല്ലെങ്കിൽ 16 എണ്ണ നമുക്ക് ഈ 1.5 കപ്പ് മൈദയും കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയേ. ഒരു 10 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. നല്ല സോഫ്റ്റും ആണ്, നല്ല ക്രഞ്ചിയുമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ.